നമസ്കാരം. PK മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഭാരതത്തെ ഓസ്കാറിലേക്ക് ഉയർത്തിയ MM കീരവാണിയുടെ ജീവിതകഥയാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. തെലുങ്ക്, തമിഴ്, മലയാളം സിനിമാ രംഗത്ത് പ്രശസ്ത സംഗീത സംവിധായകനാണ് MM കീരവാണി. 95ാം ഓസ്കാർ വേദിയിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർന്നത് MM കീരവാണിയിലൂടെയാണ്. ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ മരകതമണി, കീരവാണി എന്നീ പേരുകളിലും ഹിന്ദിയിൽ MM ക്രീം എന്ന പേരിലും പ്രസിദ്ധനായ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം കൊഠൂരി മരകതമണി കീരവാണി എന്നാണ്. ആദ്യകാലം നോക്കാം. ആന്ധ്രാപ്രദേശിലെ കൊവ്വൂർ ദേശത്ത് ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ കൊഠൂരി ശിവശക്തി ദത്തയുടെ മകനായി 1961 ജൂലൈ 4 അദ്ദേഹം ജനിച്ചത്. ഓസ്കാർ വേദിയിൽ കാർപ്പൻറ്റേഴ്സിനെ കേട്ടാണ് താൻ വളർന്നത് എന്ന പ്രസ്താവന കീരവാണി നടത്തിയിരുന്നു. 60കളിലും 70കളിലും ലോകമെമ്പാടുമുള്ള യുവാക്കളെ ഹരം കൊള്ളിച്ച അമേരിക്കൻ പോപ്പ് ബാൻഡാണ് കാർപ്പൻറ്റേഴ്സ്. K. ചക്രവർത്തിയായിരുന്നു സംഗീതത്തിലെ അദ്ദേഹത്തിൻ്റെ ആദ്യ ഗുരു. സിനിമയിലേക്ക് വന്ന കഥ നോക്കാം. തെലുങ്ക് സംഗീത സംവിധായകൻ K. ചക്രവർത്തി മലയാളത്തിലെ രാജാമണി എന്നിവരുടെ സഹായിയായി 1987 കാലഘട്ടത്തിലാണ് കീരവാണിയുടെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. 1990 കൽക്കി എന്ന ചിത്രത്തിലൂടെ സംഗീത സംവിധാന രംഗത്തേക്ക് കടന്നു വന്നു. എന്നാൽ ആ ചിത്രത്തിലെ ഗാനങ്ങൾ ശ്രദ്ധ നേടിയില്ല. അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ മനസ്സു മമതേ എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധ നേടുന്നത്. തൊട്ടടുത്ത വർഷം രാം ഗോപാൽ വർമ്മ സംവിധാനം ചെയ്ത ക്ഷണാം ക്ഷമം എന്ന ചിത്രത്തിലൂടെ വീണ്ടും ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് ചലച്ചിത്ര രംഗത്ത് കീരവാണി സജീവമായി. വൈകാതെ തമിഴിൽ നിന്നും കന്നഡത്തിൽ നിന്നും മലയാളത്തിൽ നിന്നുമൊക്കെ ക്ഷണമെത്തുകയും ചെയ്തു. വിവിധ ഭാഷകളിലായി ഏകദേശം 200ഓളം ചിത്രങ്ങൾക്ക് ഈണമിട്ടിട്ടുണ്ട്. മലയാളവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തെ നോക്കാം. മലയാളവും അദ്ദേഹം നെഞ്ചോട് ചേർത്തു. മലയാള സിനിമയിൽ നീലഗിരി, ദേവരാഗം, സൂര്യമാനസം എന്നീ സിനിമകൾക്ക് സംഗീതമൊരുക്കിയത് MM കീരവാണിയാണ്. സ്വർണ്ണച്ചാമരം, സ്നേഹസാമ്രാജ്യം എന്നീ സിനിമകൾക്ക് സംഗീതമൊരുക്കിയെങ്കിലും അത് പുറത്തിറങ്ങിയില്ല. 1991 IV ശശി സംവിധാനം ചെയ്ത നീലഗിരി എന്ന ചലച്ചിത്രത്തിലൂടെയാണ് മലയാളത്തിൽ കീരവാണിയുടെ സംഗീതം ആദ്യമായി മുഴങ്ങിയത്. PK ഗോപി എഴുതിയ ഗാനങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു. 1992 സൂര്യമാനസം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ വീണ്ടും മനോഹര ഗാനങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിച്ചു. 1996 ഭരതൻ സംവിധാനം ചെയ്ത ദേവരാഗത്തിലെ ഗാനങ്ങളാണ് കീരവാണി മലയാളത്തിന് നൽകിയ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം എന്ന് വേണമെങ്കിൽ പറയാം. MD രാജേന്ദ്രൻ എഴുതിയ ഗാനങ്ങൾ എല്ലാം തന്നെ മധുരമാർന്ന ഈണം കൊണ്ടും നവീനമായ വാദ്യവിന്യാസം കൊണ്ടും ആസ്വാദകർക്ക് നവ്യാനുഭൂതിയാണ് നൽകിയത്. ഇതേ വർഷം തന്നെ തെലുങ്ക് നാട്ടിൽ നിന്നും വന്ന മറ്റൊരു സംഗീത സംവിധായകനായ വിദ്യാസാഗർ മറ്റൊരു തരംഗം കൂടി ആ കാലത്ത് സൃഷ്ടിച്ചു. മലയാള ഗാനങ്ങളുടെ ശൈലിയിൽ കാര്യമായ മാറ്റത്തിന് അത് തുടക്കമിട്ടു. അഴകിയ രാവണനിൽ നിന്ന് തുടങ്ങിയ വിദ്യാസാഗർ പിന്നീട് മലയാളത്തിൽ നിറഞ്ഞു നിന്നപ്പോൾ ദേവരാഗത്തിന് ശേഷം കീരവാണി മലയാളത്തിൽ പ്രവർത്തിച്ചിട്ടേയില്ല എന്നത് വലിയൊരു നഷ്ടമാണ് മലയാള ഗാനാസ്വാദകർക്ക്. ഗുരുതുല്യനായി കീരവാണി കാണുന്ന രാജാമണിയുടെ ഈണത്തിൽ മലയാളത്തിൽ മാണിക്യച്ചമ്പഴുക്ക എന്ന ചിത്രത്തിനു വേണ്ടി സുജാതയ്ക്കൊപ്പം മനത്തെങ്ങാണ്ടുമെങ്ങാണ്ടുമുണ്ടേ മാണിക്യച്ചമ്പഴുക്ക എന്ന ഗാനവും കീരവാണി ആലപിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകളെ നോക്കാം. 1997 അണ്ണാമയ്യയിലെ ഗാനങ്ങൾക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. മഗധീര, ക്രിമിനൽ തുടങ്ങിയ 5 സിനിമകൾക്ക് ഫിലിംഫെയർ അവാർഡും കീരവാണിയെ തേടി വന്നു. അഴകൻ എന്ന സിനിമയ്ക്ക് പാട്ടൊരുക്കിയതിന് തമിഴ്നാട് സർക്കാരിൻ്റെ മികച്ച സംഗീത സംവിധായകനുള്ള അവാർഡും കീരവാണിക്ക് ലഭിച്ചു. സംഗീത സംവിധാനത്തിന് തെലുങ്കിൽ 11 തവണയും തമിഴിൽ 1 തവണയും സംസ്ഥാന പുരസ്കാരം ലഭിച്ചപ്പോൾ മികച്ച ഗായകൻ കൂടിയായ കീരവാണിയെ തേടി തെലുങ്കിൽ 3 തവണയാണ്
മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചത്. തെലുങ്ക് ചലച്ചിത്ര സംഗീത ലോകത്ത് നിന്നും ഗോൾഡൻ ഗ്ലോബ് പുരസ്കാര നേട്ടം വഴി തൻ്റെ പ്രശസ്തി ആഗോളതലത്തിലേക്ക് എത്തിച്ച സംഗീത പ്രതിഭയാണ് എം കീരവാണി. 2022 RRR എന്ന ചിത്രത്തിലെ നാട്ടു നാട്ടു എന്ന ഗാനത്തിനാണ് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം കിട്ടിയത്. ഓസ്കാറിലേക്ക് വന്ന കഥ നോക്കാം. 2023 കീരവാണി സംഗീത സംവിധാനം നിർവഹിച്ച RRR എന്ന തെലുങ്ക് ചിത്രത്തിലെ നാട്ടു നാട്ടു എന്ന ഗാനത്തിന് ഒറിജിനൽ സോങ്ങിനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചു. കാർപ്പൻറ്റേഴ്സിൻ്റെ ടോപ്പ് ഓഫ് ദ വേൾഡ് എന്ന ആൽബത്തിലെ ഗാനം സ്വന്തം വരികളിലേക്ക് മാറ്റി കീരവാണി അന്ന് ഓസ്കാർ വേദിയിൽ ആലപിക്കുകയും ചെയ്തു. കുടുംബ കഥകളെ നോക്കാം. പ്രശസ്ത സംവിധായകൻ രാജമൗലി രാജാമണിയുടെ പിതൃ സഹോദര പുത്രനാണ് അദ്ദേഹം. സംഗീത സംവിധായകനായ എം ശ്രീലേഖയുടെയും കല്യാണി മാലിക്കിൻ്റെയും ബന്ധുവാണ് അദ്ദേഹം. തിരക്കഥാകൃത്ത് വിജയേന്ദ്ര പ്രസാദിൻ്റെ അനന്തരവനാണ് അദ്ദേഹം. കീരമണിയുടെ ഭാര്യ എം ശ്രീവല്ലി സിനിമകളിൽ ലൈൻ പ്രൊഡ്യൂസറായി പ്രവർത്തിച്ചു വരികയാണ്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ കാലഭൈരവ ഒരു ഗായകനാണ്. പിതാവിൻ്റെ നിരവധി രചനകൾക്ക് ആ മകൻ പാടിയിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ ശ്രീ സിംഹ മാധുവടലര എന്ന ചിത്രത്തിലൂടെ നടനായി അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് കൂടുതൽ ഉന്നതങ്ങളിലേക്ക് വളരാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നല്ല നമസ്കാരം.